ഫ്രണ്ട്സ് BHEL അഥവാ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ വിവിധ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക്, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ വിവിധ സ്ഥലങ്ങൾ, വിവിധ സ്റ്റേറ്റിലായിട്ട് വാക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ്. എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, പോസ്റ്റിംഗ് എവിടെയായിരിക്കും, സാലറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന, അതിൻ്റെ സിലബസ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക. ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 4/2025. ഇതിലേക്ക് ആർട്ടിഷ്യൻ റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. പോസ്റ്റ് നെയിം വന്നിരിക്കും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആർട്ടിഷ്യൻ റിക്രൂട്ട്മെൻറ്റ് 2025. അപ്പോൾ ഇതിലേക്ക് അഡീഷൻ ഗ്രേഡ് 4ലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഇതിൻ്റെ വിവിധ യൂണിറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വിവിധ സ്റ്റേറ്റിലായിട്ടാണ് വിവിധ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ളത്. നിങ്ങൾക്കൂടെ കാണാം ബോയിലർ ഓക്സിലറീസ് പ്ലാന്റ് BAP അതിൻ്റെ കോഡാണ്. അപ്പോൾ ഷോർട്ട് ഫോം ആണ് ഈ BAP എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷന് സ്റ്റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കർണാടക ഉണ്ട്, അതുപോലെ വിവിധ സ്റ്റേറ്റിലായിട്ട് വാക്കൻസി ഉണ്ട്. പിന്നെ നമ്മുടെ തിരുച്ചിറപ്പള്ളി ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാം ഹൈ പ്രഷർ ബോയിലർ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വാക്കൻസി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, യൂണിറ്റ് വൈസ് വാക്കൻസീസ്. ഇപ്പോൾ BAP എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബോയിലർ ഓക്സിലറീസ് പ്ലാന്റ് ആണ്, അത് തമിഴ്നാടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഇതിങ്ങനെ ഇവിടെ എക്സ്പാൻഡഡ് ഫോമിലൂടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാംഗ്ലൂർ ഉണ്ട്, EDN. അപ്പോൾ EDNൽ എത്ര വാക്കൻസി ഉണ്ട്, ഏതൊക്കെ ട്രേഡ് വാക്കൻസി ഉണ്ട് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ യൂണിറ്റ് നോക്കുക, ഏത് യൂണിറ്റിലാണ് നിങ്ങളുടെ ട്രേഡ് കൂടുതൽ വാക്കൻസി, ആ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും ഒന്നിൽ കൂടുതൽ യൂണിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ വിളിച്ചിരിക്കുന്ന ട്രേഡ് നമുക്ക് ആദ്യം നോക്കാം. ഫിറ്റർ 176 വേക്കൻസി, ടോട്ടൽ വേക്കൻസി വിളിച്ചത്. വെൽഡർ നിങ്ങൾക്ക് 97 വേക്കൻസി. ദെൻ ടേണർ നിങ്ങൾക്ക് 51 വേക്കൻസി. മെഷീനിസ്റ്റ് നിങ്ങൾക്ക് 104 വേക്കൻസി. ദെൻ ഇലക്ട്രീഷ്യന് നിങ്ങൾക്ക് 65 വേക്കൻസി. ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് 18 വേക്കൻസി. ദെൻ ഫൗണ്ടറി മാന് നിങ്ങൾക്ക് 4 വേക്കൻസി. അങ്ങനെ 515 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഏത് യൂണിറ്റിലാണ് നിങ്ങളുടെ ട്രേഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൽഡർ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന HERPയിലൊന്നും വേക്കൻസി ഇല്ല, അതുപോലെ EDNയിലൊന്നും വേക്കൻസി ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്കുക എവിടെയാണോ വേക്കൻസി. അതുപോലെ തന്നെ ഇതിൻ്റെ റിസർവ്ഡ് വൈസ്, അതായത് SC OBC അങ്ങനെ ഓരോ യൂണിറ്റ് വൈസ് റിസർവേഷനും കാര്യങ്ങളും അതിൻ്റെ ടേബിളും ഞാൻ കാണിക്കാം വീഡിയോയിൽ കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഡീറ്റെയിൽഡ് ബ്രേക്കപ്പോടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനത് ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇതിൽ ചെയ്ത ലേറ്റസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ മാസം, അതായത് ജൂലൈയിൽ പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അന്ന് നമ്മൾ അതിൻ്റെ ന്യൂസ് പേപ്പർ കട്ടിങ് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ കാണാൻ പറ്റും. BHEL എന്ന് പറഞ്ഞിട്ട് ഒരു മാസം മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. ഇതിവിടെ കാണാൻ പറ്റും. ഈ വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ച ന്യൂസ് കട്ടിങ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തില്ല. അത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അല്ലായിരുന്നു. അപ്പോൾ അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാനൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാൻ ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് പിന്നെ അത് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് വെച്ചായിരുന്നു. അത് ജസ്റ്റ് നമ്മളത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് വെച്ചായിരുന്നു. പക്ഷേ വീണ്ടും ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കാണാം, അതായത് സെപ്റ്റംബർ 12 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആദ്യം മുൻപുണ്ടായിരുന്നത് ഓഗസ്റ്റ് 12 ആയിരുന്നു. അത് ഒരു മാസം പാടെ നീട്ടി, അതായത് സെപ്റ്റംബർ 12 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നോക്കാം കേട്ടോ. ഇതാണ് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ. ഇതെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, സിലബസ് മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ആസ് പെർ കമ്പനി പോളിസി. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് ഈ പറയുന്ന കമ്പാഷനേറ്റ് ആ ഒരു കാറ്റഗറിയിൽ എന്താണ്, അതായത് നമ്മളെ BHEL ജോലി ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ടവരുടെ ഡിപ്പെൻഡൻസിന് മാത്രമുള്ളതാണ്. അങ്ങനെ ഒന്നല്ല, ഇത് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ SC ST OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ പോലെ ആ രീതിയിൽ അല്ലെങ്കിലും ഒരു നിശ്ചിത വാക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് BHEL ജോലി ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ട് റീസെൻ്റ് ആയിട്ടൊക്കെ
മരണപ്പെട്ട ആളുകളുടെ ഡിപ്പെൻഡൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നിശ്ചിത വേക്കൻസി മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ആ നിശ്ചിത വേക്കൻസിയിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളില്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അത് ഫില്ല് ചെയ്യുന്നത് ഓപ്പൺ സെലക്ഷനിലൂടെ ആയിരിക്കും. ഓപ്പൺ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റു ഡയറക്റ്റ് ഈ പറയുന്ന മറ്റു കാറ്റഗറി ഉള്ളവരെന്ത് ചെയ്യും, അതൊന്നും എടുത്ത് അത് ഫില്ലാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ സൂചിപ്പിച്ചെന്നുള്ളൂ. ചിലപ്പോൾ ഇത് കണ്ട് നിങ്ങൾ എന്താ പറയും, ഇത് ഈ പറയുന്ന എന്താണ് BHL നിന്നും ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് അവർ മരണപ്പെട്ടിട്ടുണ്ട്, ഡിപ്പെൻഡൻസിന് മാത്രമാണ് എന്ന് നിങ്ങൾ മീൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെയൊന്നല്ല, അവർക്ക് കുറച്ച് വേക്കൻസി കമ്പനി പോളിസി പ്രകാരം ഒരു നിശ്ചിത വേക്കൻസി അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ വേക്കൻസിയിലേക്ക് ഇൻ കേസ് അവർ കിട്ടിയിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ ക്വാളിഫൈഡ് ആയുള്ള ആളുകൾ ഉണ്ടായിക്കോളും നിർബന്ധമില്ല, ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അത് ഓപ്പൺ സെലക്ഷനിലൂടെ അത് ഫില്ല് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നിങ്ങൾക്കൂടെ കാണാം. ഈ പോസ്റ്റിലേക്ക്, അതായത് എല്ലാ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ട്രേഡിലേക്കും നിങ്ങൾക്കൂടെ കാണാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെയിം ഡേ ആണ്, അതായത് സിംഗിൾ ഡേയിൽ നടക്കുന്ന എക്സാമാണ്. അതായത് ഒരൊറ്റ സമയം എല്ലാ ട്രേഡിലേക്കും ഒരൊറ്റ സമയമാണ് എക്സാം, സെയിം ഡേ ആണ് എക്സാം നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഉദ്യോഗാർത്ഥി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കണ്ടു നിങ്ങൾക്ക്. ഓക്കെ, ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾക്കിപ്പം ഇതിൽ 176 വേക്കൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ BAPയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 17 വേക്കൻസി ഉണ്ട് അതിൽ. അപ്പോൾ 17 വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് HVP അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് HERAPയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി നോക്കാം. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒന്നിലധികം മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ട്രേഡിലേക്ക് ഒരു ഉദ്യോഗാർത്ഥി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ വാക്കൻസി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂണിറ്റ് വൈസ്. അപ്പോൾ BAP നിങ്ങൾക്കൂടെ കാണാം വേക്കൻസി, SC ST OBC അതുപോലെ ജനറൽ വേക്കൻസികൾ. ഓക്കെ, അതുപോലെ PWDക്ക് റിസർവ് ആയിട്ടുള്ള വേക്കൻസി കാണാം, എക്സ് സർവീസിന് റിസർവ് ആയിട്ടുള്ള വേക്കൻസികൾ കാണാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ടേബിൾ നോക്കുക, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, എല്ലാം ഞാൻ കാണിക്കുക. അതുപോലെ HVP നിങ്ങൾക്കൂടെ കാണാം ഏതൊക്കെയാണ് വേക്കൻസി. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അതത് ട്രേഡിൽ റിസർവ്ഡ് വേക്കൻസി ഇല്ലാന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അൺറിസർവ്ഡ് ആയുള്ള ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. റിസർവേഷനോ ഏജ് റിലാക്സേഷനോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ HERP, ഓക്കെ, അതിലെത്ര വേക്കൻസി ഉണ്ട്. അതുപോലെ EDN ബാംഗ്ലൂർ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അതിലെത്ര വേക്കൻസി ഉണ്ട്, റിസർവ്ഡ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ FSIP, ഓക്കെ, അതിലെത്ര വേക്കൻസി. ഇതൊക്കെ ഓരോരോ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് BHLൻ്റെ. അതുപോലെ HEP, ഓക്കെ, ഇതിലെത്ര വേക്കൻസി ഉണ്ട് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ CFFP, ഓക്കെ, ഇതിലെത്ര വേക്കൻസി നിങ്ങൾക്ക് നോക്കാം. അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അതിൽ HPEP നിങ്ങൾക്ക് ഏതൊക്കെ വേക്കൻസി, അത് ഇവിടെ ട്രേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലുള്ള ട്രേഡുകളായിരിക്കും അവിടെ മെൻഷൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ HEP ഏതൊക്കെ ട്രേഡ് കൊടുത്തിട്ടുണ്ട്, അതിന് എത്ര വേക്കൻസി ഉണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ TP ഇതിലിവിടെ ഏതൊക്കെ ട്രേഡാണ്, ഏതൊക്കെ വേക്കൻസി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ HBP ട്രിച്ചി ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡാണ്, ഏതൊക്കെ വേക്കൻസി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അതായത് മാനുഫാക്ചറിങ് യൂണിറ്റ് ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആർട്ടിഷ്യൻ ഗ്രേഡ് 4 എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങളൊരു യൂണിറ്റ് ഇവിടെ ചൂസ് ചെയ്യല്ലോ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ട്രിച്ചിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, ഈ പറയുന്ന ഹൈ പ്രഷർ ബോയിലർ പ്ലാന്റ് തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ ട്രിച്ചി ഇവിടെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 20 വർഷം എന്ത് ചെയ്യണം, അവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംഭവം 20 വർഷത്തിന് ശേഷമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പ്രിഫറൻസ് കൊടുക്കുന്ന, നമ്മൾ ഏതാണോ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് 20 വർഷം നമ്മൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അത് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 20 വർഷത്തിൻ്റെ ഉള്ളിൽ യാതൊരുവിധ ട്രാൻസ്ഫർ, മറ്റൊരു യൂണിറ്റിലേക്കുള്ള ട്രാൻസ്ഫർ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി അടുത്തത് ഇതിൻ്റെ റിസർവേഷനും റിലാക്സേഷനുമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ പോസ്റ്റിൻ്റെയും റിസർവേഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റേ ട്രേഡ് വൈസ് വേക്കൻസി റിസർവേഷനാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇതിൽ ട്രേഡും കൊടുത്തിട്ടുണ്ട്, റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഈ ടേബിൾ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇതിലേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിന് മുൻപ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് പറയാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് വേണ്ടത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI ഉണ്ടായിരിക്കണം.
പ്ലസ് അത് മാത്രം പോരാ, നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NAC ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്രൻറ്റീസ്ഷിപ്പ് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അപ്രൻറ്റീസ്ഷിപ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ പലരും എന്താണ്, സ്റ്റൈപ്പൻഡ് കുറവാണ്, നമുക്ക് ഭയങ്കര സാലറി കുറവാണ്. സാലറി അല്ല, ശരിക്കും ഗവൺമെൻറ് നമുക്ക് ഫണ്ട് ചെയ്ത് തരുന്ന സ്റ്റൈപ്പൻഡാണ്. അപ്പോൾ സ്റ്റൈപ്പൻഡ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പലരും അതിനെ എന്താണ് പറയുന്ന നെഗറ്റീവായിട്ട് വിമർശിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇപ്പം ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. കാരണം ഇതിലേക്ക് അപ്രൻറ്റീസ്ഷിപ്പ് വെക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിലേക്കുള്ള ആ ഒരു അപേക്ഷയുടെ എണ്ണത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവർ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ. ഒന്നത്, മറ്റേതാകുമ്പോൾ ജനറലായിട്ട് ആർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫും കാര്യങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യും, മാറും, കോമ്പറ്റീഷൻ കുറയും. അപ്പോൾ അതുതന്നെയാണ് അപ്രൻറ്റീസ്ഷിപ്പ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു സെക്ടർ നോക്കിയിട്ട് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ എല്ലാ കാറ്റഗറിയും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നാഷണൽ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടൊന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നേവിയുടെ. ഓക്കെ, ഇന്ത്യൻ നേവിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ഇവിടെ കാണാം 1315 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പറയുന്ന നേവിയിൽ എന്താണ് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഒന്ന് വേണ്ടത് SSLC പാസ്സായിരിക്കും. ഇവിടെ എഴുതാം, മൗസ് ഉപയോഗിച്ചിട്ടാണ് SSLC പാസ്സായിരിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണം ITI വേണം, ITI അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണം NAC വേണം. NAC എന്ന് പറയുന്നത് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്, NAC. ഓക്കെ, ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ITI അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ NAC വേണ്ടത് നിങ്ങൾ മുകളിൽ പറഞ്ഞില്ല, നമ്മൾ വേക്കൻസി അതത് ട്രേഡുകളിലായിരിക്കണം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITIയും വേണം, പ്ലസ് എന്ത് വേണം, നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും വേണം. ഓക്കെ, അപ്രൻറ്റീസ്ഷിപ്പ് നിങ്ങൾ ചെയ്തിരിക്കണം ഈ അതത് ട്രേഡുകളിൽ കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വെറുതെ പോരാ, അതിൻ്റെ പേഴ്സൻറ്റേജ് പറയുന്നുണ്ട്. ഇപ്പോൾ അപ്രൻറ്റീസ്ഷിപ്പ് ആണെങ്കിലും ITI ആണെങ്കിലും ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മിനിമം 60% മാർക്ക് വേണം. അതായത് അപ്രൻറ്റീസ്ഷിപ്പിലും നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 60% മാർക്ക് വേണം. അതുപോലെ ITIയിലും 60% മാർക്ക് വേണം. ഇനി ഈ പറയുന്ന നിങ്ങൾക്കൂടെ കാണാം SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി കേട്ടോ. ITIയിലും 55% മാർക്ക് വേണം, അപ്രൻറ്റീസ്ഷിപ്പിലും 55% മാർക്ക് വേണം. അപ്പോൾ അതിൻ്റെ നിർബന്ധമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1 ജൂലൈ 2025 കണക്കാക്കിയിട്ടാണ്. 1 ജൂലൈ 2025 കണക്കാക്കിയാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് എന്ന് പറയുന്നത് 18 ആണ്, മാക്സിമം 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ ഏജ് റിലാക്സേഷൻ ഓൾറെഡി നിങ്ങൾക്കൂടെ ഡിസേബിൾ ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ്റെ എക്സ് സർവീസ്മെൻ നിശ്ചയമായുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി ഒരു വർഷം നിങ്ങൾ ടെമ്പററി എംപ്ലോയി ആയിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു പ്രൊബേഷൻ പീരീഡൊക്കെ പോലെയാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. അതായത് ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ടെമ്പററി എന്നുള്ള ലെവലിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ പോസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ സക്സസ്ഫുള്ളി ആ സമയത്ത് നിങ്ങൾക്കൊരു നിശ്ചിതമായിട്ടുള്ള കൺസോളിഡേറ്റഡ് എമൗണ്ട് ആണ് വേജ് ആയിട്ട് ലഭിക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സക്സസ്ഫുള്ളി ആ ഒരു ടെമ്പററി പീരീഡ് നിങ്ങൾ സക്സസ്ഫുള്ളി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, പെർമനൻ്റ് റെഗുലറൈസ്ഡ് ഓക്കെ ഈ പറയുന്ന ആർട്ടിഷ്യൻ ഗ്രേഡ് 4ലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, പെർമനൻ്റ് ആക്കിയിട്ട് മാറ്റും. അത് പെർമനൻറ്റ് പോസ്റ്റിലേക്ക് മാറ്റും. ആ പെർമനൻറ്റ് പോസ്റ്റിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി സ്കെയിൽ 29,500 മുതൽ 65,000 പ്ലസ് വിത്ത് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇനീഷ്യലി നമ്മൾ ഒരു വർഷത്തേക്ക് ടെമ്പററി ആയിട്ടാണ് നമ്മൾ നിയമിക്കുന്നത്. ആ പീരീഡ് നമ്മൾ കംപ്ലീറ്റ്ലി ആ സമയത്ത് നമുക്ക് മന്ത്ലി എന്താണ് നിശ്ചിത എമൗണ്ടാണ് നമുക്ക് കിട്ടുക, ഫിക്സഡ് എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ ആ സമയം നമ്മൾ ആ ഒരു 1 ഇയർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പെർമനൻ്റ് ആക്കിയിട്ട് ഇതിലേക്ക് മാറ്റുന്നത്. പെർമനൻ്റ് ആക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്കെയിലായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുക. പിന്നെ നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ഗ്രേഡ് 4ലേക്ക് 2 സ്റ്റേജാണ് സെലക്ഷൻ വരുന്നത്. അതിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അത് ഈ 1:5 എന്ന് പറയുന്ന രീതിയിലായിരിക്കും അതിൻ്റെ റേഷ്യോ എടുക്കുന്നത്. അതായത് ഈ പറയുന്ന ഒരു വേക്കൻസിയിലേക്ക് 5 ഉദ്യോഗാർത്ഥികൾ എന്നുള്ള ലെവലിൽ എടുത്തിട്ടാണ് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. സ്കിൽ ടെസ്റ്റ് ആണ് നമ്മുടെ പ്രാക്ടിക്കൽ ടെസ്റ്റ്, അതായത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. BHL ആർട്ടിഷ്യൻ എക്സാമിനേഷൻ പാറ്റേൺ 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. 4 ഓപ്ഷൻസ് ഉള്ള 120 ക്വസ്റ്റ്യൻ ആണ് ഉണ്ട്. അതിൽ സബ്ജക്റ്റ് വരുന്നത് നിങ്ങൾക്കിവിടെ കാണാം. നിങ്ങളുടെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള 70 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് ഞാൻ കാണിക്കാം. ട്രേഡ് റിലേറ്റഡ് ആയുള്ള 70 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെ ട്രേഡാണെന്ന് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെഷീൻ, അതുപോലെ വയറിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ,
ടൂൾ സേഫ്റ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ഏകദേശം 10ഓളം കാറ്റഗറി ഇവിടെ ഉണ്ട്. ഈ പറയുന്നതാണ് നിങ്ങളുടെ സിലബസ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുപോലെ ഇതിന് ബെസ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇടാം നിങ്ങൾക്ക്. ഓക്കെ, ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സിലബസ്. പിന്നെ വരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അടുത്തത് ക്വസ്റ്റ്യൻസ് ഓൺ എഞ്ചിനീയറിംഗ് ആൻഡ് കാൽക്കുലേഷൻ ആണ്. 30 മാർക്ക് അത് വരും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 30 മാർക്കിനുള്ളത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും അതുപോലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിലും ഏതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്, ടോപ്പിക് ഏതൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിലബസിനൊന്നും നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ പിന്നെ വരുന്നത് റീസണിങ് ആണ്, ഒരു 20 ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക ടോട്ടൽ. അപ്പോൾ ഒന്ന് ശരിയല്ല 1 മാർക്ക്, അങ്ങനെ 120 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. നെഗറ്റീവായി റോങ് ആൻസർ രേഖപ്പെടുത്തിയാൽ 1/4 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പിടിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്റ്റേജ് 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതിന് നമുക്ക് വിവിധ ലൊക്കേഷനിൽ എക്സാം ഉണ്ടായിരിക്കും. 5 ചോയ്സ് നമുക്ക് കൊടുക്കാം, എവിടേക്കാണ് ലൊക്കേഷൻ വേണ്ടതെന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എന്താണ് എലിജിബിൾ ആണോ നോക്കും, ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യും. ഡോക്യുമെൻറ്റ് സക്സസ്ഫുള്ളി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സ്കോറാണ് ഫൈനൽ സെലക്ഷനിലേക്ക് എടുക്കുന്നത്. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകം നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം, അതോടൊപ്പം സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഏത് മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വെച്ചാൽ ജസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ സ്കിൽ ടെസ്റ്റ് ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ നേച്ചറാണ്, ജസ്റ്റ് നമ്മൾ അത് ക്വാളിഫൈ ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രിഫറൻസ് ഫോർ ബെസ്റ്റ് ഓർ റണ്ണറപ്പ് അപ്രൻറ്റീസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഒരു ഹെഡിങ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രിഫറൻസ് ഈസ് ഗിവൺ ഫോർ ബെസ്റ്റ് അപ്രൻറ്റീസ് ഓർ റണ്ണറപ്പ് അപ്രൻറ്റീസ് അറ്റ് ഓൾ ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ കണ്ടക്റ്റഡ് ബൈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഓൾ ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷനിൽ നിങ്ങൾ ഒന്നെങ്കിൽ ബെസ്റ്റ് അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ, ദെൻ ഈ റണ്ണറപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ളൊരു ആനുകൂല്യം, ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് ഈ പറയുന്ന BHEL തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്കിൽ ടെസ്റ്റിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഓൾ ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ബെസ്റ്റ് അപ്രൻറ്റീസ് അല്ലെങ്കിൽ റണ്ണറപ്പോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പറായുള്ള കാര്യങ്ങൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് എക്സാം ഉണ്ടാവില്ല, നിങ്ങൾക്ക് നേരിട്ട് എവിടേക്ക് എത്തും, നിങ്ങൾ സ്കിൽ ടെസ്റ്റിലേക്കാണ് എത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ അതോടൊപ്പം തന്നെ ബെസ്റ്റ് അപ്രൻറ്റീസ് ആണെങ്കിൽ അവർക്ക് നിങ്ങളുടെ സാലറീൻ്റെ കൂടെ 2 ഇൻക്രിമെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, റണ്ണറപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ആ ടെമ്പററി നിങ്ങളുണ്ടാവില്ല, ഗ്രേഡ് 4ലേക്ക് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്ത് ഈ പേ സ്കെയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, മെഡിക്കലിൽ നമ്മൾ ഫിറ്റ് ആയിരിക്കുന്ന ഞങ്ങളുടെ കണ്ടീഷനാണ്. പിന്നെ ഇതിൽ ജനറൽ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇതിലേക്ക് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഫീ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീയും നമുക്ക് ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ കുറയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഉയർന്ന ഫീ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിലേക്കുള്ള അപേക്ഷയുടെ എണ്ണം കുറയും. ഓക്കെ, അപ്പോൾ എണ്ണം കുറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോമ്പറ്റീഷൻ കുറഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾ പഠിക്കണം കേട്ടോ, വെറുതെ ഫീ കൊടുത്തിട്ട് നമ്മൾ പഠിക്കാതിരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഫീ വരുന്നുണ്ട്. ഇവിടെ എക്സാമിനേഷൻ ഫീ 600 പിന്നെ പ്രോസസ്സിംഗ് ഫീ 400 + GST, അങ്ങനെ 1072 രൂപ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, പേ ചെയ്യണം. ഇനി SC ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്ന 600 രൂപ ഇല്ല. പക്ഷേ അവരെന്ത് ചെയ്യണം, 400 + GST, അതായത് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 472 രൂപ അവർ പേ ചെയ്യണം. ഓൺലൈൻ നെറ്റാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് ഒരു ത്രിഭാഷാ രീതിയിലാണ്, അതായത് ട്രൈലിംഗൽ ആയിട്ടുള്ള രീതിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എക്സാമിനേഷൻ ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ ഒരു തേർഡ് ലാംഗ്വേജ് വരും. തേർഡ് ലാംഗ്വേജിനുള്ള പോസിബിലിറ്റി ഒന്ന് കന്നഡ ഉണ്ടായിരിക്കും, തെലുങ്ക് ഉണ്ടായിരിക്കും, തമിഴ് ഉണ്ടായിരിക്കും, മലയാളം ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തമിഴൊക്കെ അറിയുന്നവരാണ് കുറച്ചും കൂടെ അവർക്ക് സുഖമാണ്, അവർക്ക് തമിഴ് മീഡിയത്തിലും എക്സാം എഴുതാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്കുള്ളവരാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷാണ് നമ്മൾ ഒപ്റ്റേണ്ടത്, അത് ഇംഗ്ലീഷാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു തേർഡ് ലാംഗ്വേജ് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഈ പറയുന്ന 3 ഏതെങ്കിലും, അതായത് കന്നഡ അല്ലെങ്കിൽ തെലുങ്ക് ആൻഡ് തമിഴാണ്. അപ്പോൾ 3 ഭാഷ മീഡിയം ഓഫ് എക്സാമിനേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്
അപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഈ തേർഡ് ലാംഗ്വേജ്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റ് ആണെങ്കിലും ഇതേപോലെ 3 ലാംഗ്വേജ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഈ ഫൗണ്ടറിമാനും അതുപോലെ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്ന ആ ഒരു ട്രേഡിൽ ഇപ്പോൾ ഫൗണ്ടറിമാൻ ആണെങ്കിൽ ബൈലിംഗിലാണ്, അതായത് എനിക്ക് ഹിന്ദി ഇംഗ്ലീഷും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണെങ്കിൽ ഈ ഹിന്ദിയും ഇംഗ്ലീഷും കന്നഡയും മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റു ലാംഗ്വേജ് ഒന്നും ഉണ്ടാവില്ല, അതായത് തമിഴൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കുറച്ച് എക്സെപ്ഷൻ അവിടെ 2 എക്സെപ്ഷൻ അവിടെ പറയുന്നുണ്ട്. ഇനി OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ OBC ആയിരിക്കാം, അപ്പോൾ നമ്മൾ ഈ PSC ഒക്കെ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിസർവേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെയല്ല, നമുക്ക് OBC നോൺ ക്രിമിലിയർ എന്താണ് ആ ഒരു കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന റിസർവേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുക. ഓക്കെ, അതായത് നമുക്ക് OBCയിൽ തന്നെ ക്രിമിലിയർ വിഭാഗമുണ്ട്. ക്രിമിലിയർ വിഭാഗം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ നോൺ ക്രിമിലിയർ പറഞ്ഞാൽ കുറച്ച് പിന്നിലാണ്, അതായത് 8 ലക്ഷത്തിലൊക്കെ താഴെ വാർഷിക വരുമാനം വരുന്ന നമുക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് അങ്ങനെയുള്ളവരെന്നാണെങ്കിൽ നോൺ ക്രിമിലിയർ കിട്ടില്ല. അപ്പോൾ നോൺ ക്രിമിലിയർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രമേ ഏജ് റിലാക്സേഷൻ റിസർവേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. ഇനി OBC ക്രിമിലിയർ വിഭാഗമാണ്, നിങ്ങൾക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, നിങ്ങൾ ക്രിമിലിയർ വിഭാഗമാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ജനറൽ കാറ്റഗറി ആയിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ OBC NCL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ലെങ്കിൽ മേ ബി നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആണുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന ജനറൽ ആയിട്ടാണ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ജനറൽ കാൻഡിഡേറ്റ്സ് എന്നുള്ള വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഡേറ്റ് ആണ്, അതായത് ഓപ്പണിംഗ് ഡേറ്റ് ഞാൻ പറഞ്ഞു ജൂലൈയിൽ വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ 16 ജൂലൈ ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, 12 ഓഗസ്റ്റ് 2025 ആയിരുന്നു. അത് ജസ്റ്റ് എന്ത് ചെയ്തു, വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് 12 സെപ്റ്റംബർ വരെ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം അതാണ്. അപ്പോൾ നമ്മൾ ഒരു മാസം മുൻപ് ഇതിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിലെ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുമായി ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ ചില സാങ്കേതിക പ്രശ്നമായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ ഒരു ഡേറ്റ് കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തത്. ഇനി ഒരു മാസം നമുക്ക് സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് 12 സെപ്റ്റംബർ 2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണ്, ഇതിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഏകദേശം സെപ്റ്റംബർ ആയിരിക്കും, സെക്കൻഡ് വീക്കിൽ. അപ്പോൾ നമുക്ക് സെപ്റ്റംബറിൽ നമുക്ക് എന്താണ് എക്സാം പ്രതീക്ഷിക്കാം കേട്ടോ. സെപ്റ്റംബറിൽ നിങ്ങൾ എക്സാം പ്രതീക്ഷിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് സെപ്റ്റംബർ, ഇതിൽ പറഞ്ഞ പ്രകാരം സെപ്റ്റംബർ ഒക്കെ ആ സമയത്തേക്കൊക്കെ ലാസ്റ്റിലേക്കൊക്കെ നമ്മളൊരു എക്സാം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് മന്തൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന സിലബസ് കാര്യങ്ങൾ അതുപോലെ നോട്ടിഫിക്കേഷൻ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് കൊടുക്കും. അപ്പോൾ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് കൊടുത്താൽ കൂടെ കാണാം, BHL ആർട്ടിഫിഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് 515 വാക്കൻസീസ് ആണ് കാണാം. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴെയായിട്ട് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം. അതിന് മുൻപ് BHL ആർട്ടിഫിഷ്യൽ എക്സാമിനേഷൻ പാറ്റേൺ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, ആർട്ടിഫിഷ്യൽ സിലബസ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓൺലൈനായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഇവിടെ കാണാൻ, നിങ്ങൾക്ക് അതിൻ്റെ നേരെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുന്ന അതിൽ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു, ന്യൂ ടാബ് വെച്ച് ഓപ്പൺ ആക്കുന്നു, പുതിയ ടാബിലേക്ക് ഓപ്പൺ ആക്കി കാണിക്കാം. ഇതവിടെ കാണാം നിങ്ങൾക്ക്. ഇവിടെ BHLൻ്റെ ലോഗോ ഉണ്ട്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആർട്ടിഫിഷ്യൽ റിക്രൂട്ട്മെൻറ്റ് 2025 അഡ്വർടൈസ് നമ്പർ കാണാം 4/2025. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. ഏറ്റവും താഴെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 16/7/2025 മുതൽ 12/9/2025, ലാസ്റ്റ് ഡേറ്റ് 12/9/2025 കൂടെ കാണാൻ പറ്റും. ഈ ഡേറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വരുന്നവരാണെങ്കിൽ ടു രജിസ്റ്റർ എന്നാണ് ഇവിടെ കാണാൻ, ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് വിചാരിക്കുക, അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുള്ള കൊടുക്കുന്നു. അപ്പോൾ പുതിയ പേജ് ഓപ്പൺ ആയി വരും. അങ്ങനെ പുതിയ പേജ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഏത് മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്താൽ അവിടെ വന്നിരിക്കുന്ന വാക്കൻസി ഇവിടെ കാണിക്കും, ഏതൊക്കെ ട്രേഡാണെന്നുള്ളത്. അപ്പോൾ അതിൽ ആ ട്രേഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഇവിടെ അഡ്വർടൈസ് നമ്പർ ഇവിടെ ഉണ്ട്. അതിനുശേഷം നിങ്ങളുടെ പേര്, പിന്നെ ഫോൺ നമ്പർ, മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്തിട്ട് റീവെരിഫൈ ചെയ്തിട്ട് നിങ്ങളത് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അപ്ലൈ ചെയ്യണം, അതായത് ബാക്കി കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം കേട്ടോ. ഓക്കെ, കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, എന്നാൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ ഒരു ടൈം വേസ്റ്റ് ചെയ്യുന്ന രീതിയിലാണല്ലോ. അപ്പം കൂടുതൽ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെമോ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.